ചിത്രകാരൻ ബാബു പടിയത്തിന്റെ ചിത്രപ്രദർശനത്തിന് പൊന്നാനി വേദിയാകുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം പൊന്നാനി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലാഞ്ചി എന്ന പേരിലാണ് ചിത്രപ്രദർശനം നടക്കുന്നത്. തൻ്റെ പരിസരങ്ങളിലെ കാഴ്ചകളും ജീവിത സാഹചര്യങ്ങളെയുമെല്ലാം റിയലിസ്റ്റിക് രീതിയിൽ വരച്ചിട്ട ബാബു പടിയത്തിൻ്റെ 50ലധികം ചിത്രങ്ങളുടെ പ്രദർശനമാണ് സെപ്റ്റംബർ 19 മുതൽ 22 വരെ കർമ്മ റോഡിലെ ദി മൈസേലിയം എ സ്പേസ് ഫോർ ഫ്ലേവർ ആൻഡ് കൾച്ചറിൽ നടക്കുന്നത്. വർഷങ്ങളായി ചിത്രകലയിൽ തൻ്റെ ഇടം നേടിയ ബാബു പടിയത്ത് പൊന്നാനിയിലെ പ്രധാന ചുമരെഴുത്ത് കലാകാരൻ കൂടിയാണ്. പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ, അക്രലിക്, ഓയിൽ തുടങ്ങിയ മീഡിയങ്ങളിൽ വരച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. നാടകം, സിനിമ, ഷോർട്ട് ഫിലിമുകൾ എന്നിവയിൽ അഭിനേതാവായും ബാബു പടിയത്ത് മികവ് തെളിയിച്ചിട്ടുണ്ട്. ഇത്രയും വിപുലമായ ചിത്രപ്രദർശനം ആദ്യമായാണെന്ന് ബാബു പറഞ്ഞു. ചിത്രം വരയ്ക്കും, ഞാൻ അങ്ങനെ ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ ചങ്ങാതിമാരും എല്ലാവരും ഇത് കാണും, നല്ല നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പോൾ പൂക്കാസ എപ്പോഴും എന്നോട് ഒരു നല്ലൊരു രീതിയിൽ എപ്പോഴും എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാറുണ്ട്. നല്ല ചിത്രങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്, വലിയ വ്യക്തികളൊക്കെ. അങ്ങനെ എൻ്റെ അടുത്ത് ഇതിന് മുമ്പ് ഒരിക്കൽ ചിത്രപ്രദർശനം നടത്തിയതിന് കുറച്ച് മുമ്പ് പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ കുറച്ച് ചിത്രങ്ങൾ വെച്ചുകൊണ്ട് കുറച്ച് മുമ്പ് എന്നെ ഒരു ചിത്രപ്രദർശനം നടത്തിയത്. അപ്പോൾ പിന്നെ ഈ പ്രാവശ്യത്തെ പോലെ എന്നോട് ഒരു 2 പ്രാവശ്യം പറയുന്നുണ്ട്, ബാബുവിൻ്റെ ചിത്രങ്ങൾ മനോഹരമാവുന്നുണ്ട്, നമുക്കിതൊന്ന് പ്രദർശനത്തിൽ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിച്ചതിനും കൂടുതൽ ഭയങ്കര സന്തോഷം. അപ്പോൾ സാധാരണ ഒരു ചിത്രപ്രദർശനം ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ ഭാരവാഹികളും ഒക്കെ കൂടിയിട്ട് ഇപ്പോൾ മിച്ചുപോയ തങ്ങൾ, CS പഴനി, താജു ഒക്കെ, അങ്ങനെ പിന്നെ കുറേ ഓരോരോ വ്യക്തികൾ, അതിലുള്ള എല്ലാ മുഴുവൻ ആളുകൾ എന്നോട് പ്രത്യേകമായിട്ട് ഇതിന് കുറച്ചും കൂടി മുൻകൈയിൽ എടുത്തുകൊണ്ട് തന്നെ അത് മനോഹരമാക്കണം. ചിത്രം പോയി നമുക്കും പുതിയത് വരയ്ക്കാനും കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചതുമുണ്ട്, കുറച്ച് ചിത്രങ്ങൾ ഞാൻ പുതിയതായി വരയ്ക്കുകയും ചെയ്തു. ഒക്കെ ഒന്ന് അതിൻ്റേതായ രീതിയിൽ ഫ്രെയിമിനകത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു നന്നാക്കി എത്തണമെന്നാണ്. ഏകദേശം എത്ര ചിത്രങ്ങളാണ് പ്രദർശനം? ഞാനൊരു 50ഓളം ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതിലും കൂടുതലുണ്ട്. പക്ഷെ എന്നാലും ഒരു അവിടെ സ്ഥലപരിമിതികളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് 50 ചിത്രങ്ങളോളം ആ നടത്തിപ്പ് സ്ഥലത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതുകൊണ്ട് അത്രയും ചിത്രങ്ങൾ ആണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. 4 ദിവസങ്ങളിൽ വ്യത്യസ്ത പരിപാടികളും നടക്കും. 19-ന് 4 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കേരളീയ ആധുനികതയുടെ ദൃശ്യാഖ്യാനങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുധീഷ് കോട്ടമ്പ്രവും പ്രതിരോധത്തിൻ്റെ കല എന്ന വിഷയത്തിൽ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്തും സംസാരിക്കും. രാത്രിയിൽ പൊന്നാനിക്കാരുടെ പാട്ടിരുത്തവും നടക്കും. പ്രിയമുള്ളവരെ, പൊന്നാനി പുതിയൊരു ചിത്ര പ്രദർശനത്തിന് തയ്യാറെടുക്കുകയാണ്. ലാഞ്ചി എന്നാണ് ചിത്ര പ്രദർശനത്തിന് പേരിട്ടിരിക്കുന്നത്. ഈ മാസം 19 മുതൽ 22 വരെ പൊന്നാനി നിളയോര പാതയിലെ ദ മൈസീലിയം ഫ്ലേവർ ഓഫ് കൾച്ചർ എന്ന് പറയുന്ന സ്പേസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ ഇതൊരു വ്യത്യസ്തമായ പ്രദർശനമാക്കി മാറ്റാൻ പൂക്കാസ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 2 ടോക്ക് ഉണ്ട്. ആദ്യത്തേത് ഡോക്ടർ സുധീഷ് കോട്ടമ്പ്രവും, രണ്ടാമത്തെ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ശ്രീ മുരളി ചീരോത്തുമാണ് നിർവഹിക്കുന്നത്. 3-ാമത്തെ ദിവസം നമ്മൾ പൊന്നാനിയിലെ വരക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള ഒരു ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. 4-ാമത്തെ ദിവസം പാട്ട് പരിപാടിയാണ്. പൊന്നാനിയിലെ പാട്ടുകാർ ഒത്തുചേരുന്ന ഒരു പാട്ട് പരിപാടി കൂടി ഉൾപ്പെടുത്തിയിട്ട് 4 ദിവസമാണ് ഈ ചിത്ര പ്രദർശനം നടക്കുന്നത്. 19 വൈകിട്ട് 4 മണിക്കാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നത്. NCV ന്യൂസ് പൊന്നാനി. ഓണത്തെ വരവേറ്റ് എടപ്പാൾ ബ്യൂട്ടി സിൽക്സ്. ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. ബ്യൂട്ടി സിൽക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.